അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ ഈ രാജ്യവിരുദ്ധരെ? ഇല്ല, ഉറപ്പായിട്ടും നേരത്തെ ചേച്ചി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു സമാധാനപരമായ ഒരു പ്രതിഷേധം ആദ്യഘട്ടത്തിൽ നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ടും അതവിടെ നടക്കട്ടെ എന്നൊരു സ്റ്റാൻഡ് എടുത്തു. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസം നടന്നത് വലിയ അതിക്രമമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സേനാവിന്യാസം അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതും കൊണ്ടായിരിക്കാം ഇപ്പോൾ സോനം വാങ്ചുക്കൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും അല്ലെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവർ ഉദ്ദേശിച്ചത് ഒന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നടക്കുന്നത്. ഒന്ന് FCRAയുമായി ബന്ധപ്പെട്ട ബില്ല് ഈ സമ്മേളന കാലയളവിൽ പാസ്സാക്കാൻ പോവുകയാണ്. ഒപ്പം വന്ദേ മാതര ഗാനത്തെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ, അതിനെ അധിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്ന രീതിയിലുള്ള ബില്ല് വരുന്നുണ്ട്. അപ്പം ഇത്തരം ദേശവിരുദ്ധ സ്വഭാവമുള്ള ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന അതിൽ ഏറ്റവും ശ്രദ്ധേയം FCRAയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ഫണ്ട് വന്ന് വരുന്നതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സെലിബ്രിറ്റി തടസ്സപ്പെടുത്തുമ്പോഴാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സെഷൻ തടസ്സപ്പെടുത്തുക, ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായിട്ടും ഇതിലും വലിയ പെരുന്നാൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ കർഷക സമരവും അതിനു മുമ്പ് JNUവിൽ നടന്ന സമരവും സിഎയുടെ പേരിൽ ജിഹാദികൾ നടത്തിയ അഴിഞ്ഞാട്ടത്തിന് അത്രയൊന്നും ഇത് വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ അടിച്ചൊതുക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ്. ഇനിയും ഇവിടുത്തെ സിസ്റ്റം അതിനെ ഒന്ന് പോട്ടെ, ഈ സമരം അവിടെ നടക്കട്ടെ, അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോട്ടെ എന്ന് വിചാരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ദേശീയ സ്വഭാവമുള്ള പൊതുസമൂഹം ഇതിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ്. ഇതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ദേശീയ ബോധമുള്ള പൊതുസമൂഹം തെരുവിലേക്ക് ഇറങ്ങും. പിന്നെ ഈ പാർട്ടികൾക്കൊന്നും പാർട്ടികളുടെ ആദ്യ ദിവസത്തെ സമരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഡൽഹിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ വരെ നീക്കം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. CBCI അടക്കമുള്ള ക്രൈസ്തവ സഭകളുടെ ഇടപെടൽ എന്താണ് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. FCRA ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കാൻ പോകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഈ സമരത്തിന്റെ പിന്നിൽ അണിനിരുന്ന ദേശവിരുദ്ധ ശക്തികളെ തുറന്നു കാണിക്കുകയായിരുന്നു റൈറ്റ് സൈഡ് ചെയ്തത്.